ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിനൊപ്പം കൂട്ടാവുന്ന ഒരു വെള്ളരിക്ക മോരുകറിയാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. വെള്ളരിക്ക മോരുകറിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 കപ്പ് അളവിലാണ് ഞാൻ വെള്ളരിക്ക എടുത്തിരിക്കുന്നത്. ഒരു 350 ഗ്രാം വരുന്ന വെള്ളരിക്കയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാമേ. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ അരമുറി നാളികേരം ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഉള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് അരയ്ക്കുന്നത്. തേങ്ങ രണ്ടും നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. മിക്സി കഴുകി ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പുളിച്ച തൈര് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. പൾസ് മോഡിൽ 2 പ്രാവശ്യം അടിച്ചെടുത്ത തൈര് നമുക്ക് മാറ്റി വെക്കാം. 2 മിനിറ്റോളം തിളച്ച് നമ്മുടെ ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്താൽ ഉടനെ തന്നെ നമുക്കിത് തീ ഓഫ് ചെയ്യാം. അധികം തിളപ്പിക്കേണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് താളിച്ച് ഒഴിക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് താളിച്ച് ഒഴിക്കാം. അതിനുവേണ്ടി ചൂടായ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക്, 2 ചെറിയ സവോള അരിഞ്ഞത്, കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ കറി സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്